കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പലഹാരത്തിന്റെ പേരിൽ ഒരു ജില്ലയെ അറിയപ്പെടുന്നു. അതെ, കോഴിക്കോടൻ ഹൽവ. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി കേരളത്തിലെത്തിയ അറബ് നിവാസികളാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അവർ ഈ ഹൽവ കോഴിക്കോട് സാമൂതിരിക്ക് സമ്മാനമായി നൽകുകയും പിന്നീട് ഇത് കേരളത്തിന്റെ ഭക്ഷ്യ ചരിത്രത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു. നോക്കാം കോഴിക്കോടൻ ഹൽവ വിപണിയുടെ വിശേഷങ്ങൾ. ഇത് വെറും ഒരു മധുര പലഹാരമല്ല, ഇതൊരു അനുഭവമാണ്, ഒരു പാരമ്പര്യ ഗാഥ. കോഴിക്കോടൻ ഹൽവ നഗരത്തിന്റെ പച്ചമണ്ണിൽ വേരൊഴുകിയ ഒരു രുചിക്കഥ. ചെറിയ ചെറിയ കടകളിൽ നിന്നും ആരംഭിച്ച ഈ സ്വാദ് ഇന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മലയാളത്തിന്റെ തനിമയായി മാറി. ഈ കട തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 100 വർഷമായി. 2 വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ 100 വർഷമാവും. 1927 തുടങ്ങിയ കടയാണ്. അപ്പോൾ ഒന്ന് തലമുറ മാറി ഇപ്പം 4ാമത്തെ തലമുറയാണ് കച്ചവടം നടത്തുന്നത്. അലുവ എന്ന് പറയുക ആദ്യം ഫസ്റ്റിൽ ഇവിടെ ഇറങ്ങിയത് ബ്ലാക്ക് അലുവയാണ്. ഈ ബ്ലാക്ക് അലുവ മാത്രം വെള്ളമായിരുന്നു. പിന്നെ ഈ വൈറ്റും റെഡും ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെ ഓരോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ ഐറ്റങ്ങളൊക്കെ ഓരോ വെറൈറ്റി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമുളക് പിന്നെ മാങ്ങ, ക്യാരറ്റ്, പിന്നെ അനാറ്, മിൽക്ക്, കിവി, എല്ലാ വെറൈറ്റി അലുവകളും ഉണ്ട്. ഒരു 10-40 വെറൈറ്റി അലുവകളുണ്ട്. കൂടുതലാണ്. മുമ്പ് നഗരങ്ങളിലെ അലുവക്ക് വില കുറവായിരുന്നു. അത് സാധാ അലുവാണ് പോവുക. ഇന്നിപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സുകൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഡ്രൈ ഫ്രൂട്ട്സ് അലുവകൾ തന്നെയാണ്. ഇപ്പോൾ സാധാ അലുവക്ക് ആള് കുറവാണ്. പക്ഷെ മൊത്തം കോഴിക്കോട് അലുവ തന്നെയാണ് പറയുക. കോഴിക്കോട് അലുവ തന്നെയാണ്. കണ്ണ് നിറയും പോലെ നിറങ്ങളും നാവ് നിറയും പോലെ രുചിയും. ഓരോ ഹൽവ കഷ്ണത്തിനും പറയാനുണ്ട് ഓരോ കാലഘട്ടത്തിന്റെയും ഓർമ്മകൾ. ആധുനികതയുടെ കണ്ടുപിടുത്തങ്ങളാൽ പുതിയ രുചികൾ നഗരത്തെ കീഴടക്കുമ്പോഴും കോഴിക്കോടൻ ഹൽവയ്ക്ക് ജനമനസ്സുകളിൽ നൽകിയ സ്ഥാനം ഇന്നും മൂടിക്കെട്ടാനാകാത്തതുപോലെ തന്നെയാണ്. മിഠായി തെരുവിലെത്തിയ ഓരോരുത്തർക്കും പറയാനുണ്ടാകും യഥാർത്ഥ കോഴിക്കോടൻ ഹൽവയുടെ രുചി. വീഡിയോ ജേർണലിസ്റ്റ് അമൽജിത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, ട്രൂ വിഷൻ ന്യൂസ്.